മക്കളെ നമുക്ക് ഇനി അടുത്തതായിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോ അതിനു വേണ്ടി നമ്മൾ ഒരു സ്വിമ്മിംഗ് പൂൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സ്വിമ്മിംഗ് പൂൾ എടുക്കുക നല്ലത്. ഒരു കുളമോ ഒരു സ്വിമ്മിംഗ് പൂൾ എടുക്കുക. അപ്പോ അടിയിൽ വെള്ളമായിരിക്കും മക്കളെ. അപ്പൊ വെള്ളം എന്ന് പറയുന്നത് ഡെൻസർ മീഡിയ ആണ്. മുകളിൽ എയർ ആയിരിക്കും, അത് റയറർ മീഡിയ ആണ്. യെസ്, ഡെൻസർ മീഡിയത്തിലായ വെള്ളത്തിൽ നമ്മൾ എന്ത് വെച്ചു? ഒരു ബൾബ് വെച്ചു. ഓക്കെ, ഒരു ബൾബ് നമ്മൾ ഡെൻസർ മീഡിയത്തിൽ വെച്ചു. അപ്പൊ ഡെൻസർ മീഡിയത്തിൽ നമ്മളൊരു സോഴ്സ് വെച്ചു, ബൾബ് വെച്ചു. അപ്പൊ ഈ ബൾബിൽ നിന്ന് ലൈറ്റ് റേസ് വരുന്നു. ഞാൻ കുറച്ച് 2-3 ലൈറ്റ് റേസ് വരയ്ക്കുന്നുള്ളൂ. ഇതൊന്നും കാര്യമായിട്ട് വരച്ചെന്ന് പഠിപ്പിക്കേണ്ട സെക്ഷൻ എന്നല്ല അത്. ഇതൊരു ഇൻസിഡന്റ് റേ ആണെന്ന് വിചാരിക്കുക, അല്ലെ മക്കളെ? ഇതെന്താണെന്ന് വിചാരിക്കുക, ഇത് നോർമൽ ആണെന്ന് വിചാരിക്കുക. ഇത് പോകേണ്ടിയിരുന്ന വഴി, കാരണം ബെൻഡിങ് ഇല്ലാതെ, അതായത് മീഡിയത്തിൽ ചേഞ്ച് ഇല്ലായിരുന്നെങ്കിൽ ലൈറ്റ് പോകേണ്ടിയിരുന്ന വഴി നേരെയായിരുന്നു. പക്ഷെ നമുക്കറിയാം മീഡിയത്തിൽ എന്ത് വന്നു മക്കളെ? ചേഞ്ച് വന്നു. അതും ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് പോണേ. ഡെൻസറിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? എവേ ഫ്രം ദ നോർമൽ ആയിട്ട് അത് ബെൻഡ് ചെയ്യും. അപ്പൊ നമ്മളിത് ഒരു പാത്ത് വരച്ചു, എവേ ഫ്രം ദ നോർമൽ ഒരു പാത്ത് വരച്ചു. അടുത്ത ലൈറ്റർ നമ്മൾ വരയ്ക്കുന്നു. അടുത്ത ലൈറ്റർ ഇതാണ്. ഇതാണ് അതിന്റെ നോർമല്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതായിരുന്നു നേരത്തെ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് ഇപ്പോഴത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് ഇപ്പൊ പോകേണ്ടിയിരുന്ന വഴി. പക്ഷെ വീണ്ടും ബെൻഡ് ചെയ്യും മക്കളെ. ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആയിട്ട് ബെൻഡ് ചെയ്യും. പിന്നെ അടുത്ത ലൈറ്റർ വരയ്ക്കുമ്പോൾ ഇതാണ് നോർമൽ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഇതാണ് നോർമല്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതാണ് പോകേണ്ടിയിരുന്ന വഴി. പക്ഷെ അവിടെ എന്ത് സംഭവിക്കും മക്കളെ? മീഡിയം മാറിയ കാരണം കൊണ്ട് ബെൻഡിങ് നടക്കും. എവേ ഫ്രം ദ നോർമൽ ആയിട്ട് എന്ത് സംഭവിച്ചു? ബെൻഡ് ചെയ്ത് പോകും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ 3 ലൈറ്റ് റേസ് നമ്മൾ വരച്ചു വെച്ചിട്ട് 1, 2, 3. ഓക്കെ, 3 ലൈറ്റ് റേസ് നമ്മൾ വരച്ചു വെച്ചപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി മക്കളെ. ഇവിടെ നിന്നുള്ള 3 ലൈറ്റ് റേസ് നിങ്ങൾ നോക്കുമ്പോൾ ഇതായിരുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതായിരുന്നു അടുത്ത കേസിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതായിരുന്നു മൂന്നാമത്തെ കേസിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടുകൊണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട്. ആൻഡ് റിഫ്രാക്റ്റഡ് റേ നോക്കുക. ഫസ്റ്റ് റിഫ്രാക്റ്റഡ് റേ, സെക്കൻഡ് റിഫ്രാക്റ്റഡ് റേ, തേർഡ് റിഫ്രാക്റ്റഡ് റേ. റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെ ചെരിഞ്ഞ് വെള്ളത്തിന്റെ സർഫസിനോട് അടുത്ത് തുടങ്ങി. കണ്ടോ? ഇതാണ് മക്കളെ വെള്ളത്തിന്റെ സർഫസ്. അപ്പൊ വെള്ളത്തിന്റെ സർഫസിനോട് എന്ത് ചെയ്തു തുടങ്ങി? അതിങ്ങനെ ചെരിഞ്ഞ് വെള്ളത്തിന്റെ സർഫസിനോട് അടുത്ത് തുടങ്ങി. നമ്മൾ അടുത്ത ഒരു ലൈറ്റർ വരയ്ക്കുകയാണെങ്കിൽ, ഒരു അടുത്ത ലൈറ്റർ നമ്മൾ ഒരു റെഡ് കളറിൽ വരയ്ക്കണം മക്കളെ. അടുത്ത ലൈറ്റർ റെഡ് കളറിൽ നമ്മൾ വരയ്ക്കുന്നു. ഇങ്ങനെ ഇൻസിഡന്റ് ലൈറ്റർ. ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് മക്കളെ. ഇതാണ് എന്ത്? നോർമൽ. പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് മക്കളെ. നോർമല്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിചാരിക്കാം. അങ്ങനെ പോകുമ്പോൾ ഇതാണ് എക്സ്പെക്ടഡ് പാത്ത്. ഈ വഴിയാണ് പോകേണ്ടിയിരുന്നത്. പക്ഷെ ആ വഴി പോയില്ല. കാരണം എന്ത് സംഭവിച്ചു? മീഡിയം മാറി. അതും എവിടുന്ന് എവിടേക്കാ പോണേ മക്കളെ? ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോണേ. ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആയിട്ട് ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്ത് അത് വെള്ളത്തിന്റെ സർഫസിലൂടെ ബെൻഡ് ചെയ്യും. വെള്ളത്തിന്റെ സർഫസിലൂടെ പോകാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ലൈറ്റ് റേ ഇങ്ങോട്ട് വരുമ്പോൾ റിഫ്രാക്റ്റഡ് റേ കുറച്ചുകൂടി വെള്ളത്തിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തു. ഇവിടെ എത്തുമ്പോൾ വീണ്ടും വെള്ളത്തിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തു. ഇനി ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിച്ചു? വെള്ളത്തിന്റെ സർഫസിലൂടെ പോകും. അതാണ് നമ്മൾ ഈ റെഡ് കളറിൽ വരച്ചു വെച്ചത്. ഓക്കെ, അപ്പൊ റെഡ് കളറിൽ വരച്ചു വെച്ചിട്ടുള്ള നമ്മളെ ഈ ലൈറ്റ് റേ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻസിഡന്റ് ആംഗിൾ ഈ കാണാണ്. ഇൻസിഡന്റ് ആംഗിൾ. റിഫ്രാക്റ്റഡ് റേ മൂവ് അലോങ് ദ സർഫസ് ഓഫ് ഡെൻസർ മീഡിയം. ഡെൻസർ മീഡിയത്തിന്റെ സർഫസിലൂടെ, വെള്ളത്തിന്റെ സർഫസിലൂടെയാണ് റിഫ്രാക്റ്റഡ് റേ പാസ് ചെയ്യുന്ന. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് മക്കളെ? 90 ഡിഗ്രിയാണ്. ആ കേസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. എന്താ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ? നോർമലും റിഫ്രാക്റ്റഡ് റേ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇതിൽ റിഫ്രാക്റ്റഡ് റേ ഏത് സർഫസിലൂടെയാണ്? അലോങ് ദ ഡെൻസർ മീഡിയത്തിലൂടെയാണ് റിഫ്രാക്റ്റഡ് റേ പോണേ. ഇതാണ് മക്കളെ നോർമലും റിഫ്രാക്റ്റഡ് റേ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ഡിഗ്രിയാണ് മക്കളെ? 90 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറഞ്ഞ പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ പറഞ്ഞ പേരാണ് നമ്മുടെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. സോ IC എന്ന് പറയുന്നത് മക്കളെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ഇതൊക്കെ നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാര്യമായിട്ട് വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നൽകിയത്. നമ്മൾ ഒരു 4 ലൈറ്റ് റേസ് വരച്ചു വെച്ചു. അതെ, 4 ലൈറ്റ് റേസ് വരച്ചു വെച്ചു. എവിടുന്ന് എവിടേക്കാ പോണേ? ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോണേ. ആദ്യം നമ്മൾ വരച്ച ബ്ലൂ ലൈറ്റ് റേ ആണ് മക്കളെ. ബ്ലൂ ലൈറ്റ് റേ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു.
പിന്നെ 2 ബ്ലാക്ക്, ഒരു റെഡ് വരച്ചു. ഈ 4 ലൈറ്റ് റേസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാം, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫസ്റ്റ് കേസിലെ, സെക്കൻഡ് കേസ്, തേർഡ്, ഫോർത്ത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ച് റിഫ്രാക്റ്റഡ് റേ bend towards the surface of water. റിഫ്രാക്റ്റഡ് ഇങ്ങനെ ചെരിഞ്ഞ് ആദ്യം റിഫ്രാക്റ്റഡ് റേ ഇതായിരുന്നു മക്കളെ. ഇത് വീണ്ടും കുറച്ചുകൂടി ചെരിഞ്ഞു വെള്ളത്തിനോട് അടുത്തേക്ക്. വീണ്ടും കണ്ട ഇവിടെ എത്തുമ്പോൾ വെള്ളത്തിനോട് അടുത്തേക്ക് എത്തി. ഇനി നമ്മൾ ഒരു ലൈറ്റ് റേ വരച്ചു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ കൂടെ പോകും. ആ ലൈറ്റ് റേ ആണ് റെഡ് ആയിട്ട് വരച്ചേക്കണേ. അങ്ങനെ വെള്ളത്തിലൂടെ റിഫ്രാക്റ്റഡ് റേ പാസ് ചെയ്യുന്ന ആ സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ സർഫസിലൂടെ റിഫ്രാക്റ്റഡ് റേ പാസ് ചെയ്യാൻ അർത്ഥം. ഡെൻസർ മീഡിയത്തിന്റെ സർഫസിലൂടെ റിഫ്രാക്റ്റഡ് റേ പാസ് ചെയ്യാൻ അർത്ഥം. അങ്ങനെ പാസ് ചെയ്യാൻ വേണ്ട ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പറഞ്ഞ പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ എന്താണ് മക്കളെ ക്രിട്ടിക്കൽ ആംഗിൾ? എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്, അപ്പൊ അതാണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കുന്നത്. അപ്പൊ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെ മറ്റൊരു പേരാണ്. വെൻ റിഫ്രാക്റ്റഡ് റേ, മക്കളെ റിഫ്രാക്റ്റഡ് റേ move along the denser medium, move along the surface of denser medium, move along the surface of denser medium. അതായത് ഡെൻസർ മീഡിയത്തിന്റെ സർഫസിലൂടെ റിഫ്രാക്റ്റഡ് റേ, ഡെൻസർ മീഡിയത്തിന്റെ സർഫസിലൂടെ റിഫ്രാക്റ്റഡ് റേ പോകാൻ വേണ്ട ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. കേട്ടോ? അപ്പോ ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് മക്കളെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ തന്നെ മറ്റൊരു പേരാണ്. എപ്പോഴാണ് മക്കളെ? റിഫ്രാക്റ്റഡ് റേ ഏതിലൂടെ പോകുമ്പോൾ? വെള്ളത്തിന്റെ സർഫസിലൂടെ പോകുമ്പോൾ. ഓർ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ഡിഗ്രി ആവണം മക്കളെ? 90 ഡിഗ്രി. റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ വരുമ്പോൾ എന്താ പ്രത്യേകത? ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ ആദ്യത്തെ കാര്യം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോട്ടാ. ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ ആദ്യം നടക്കുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി. പിന്നെന്താ? റിഫ്രാക്റ്റഡ് റേ മൂവ് അലോങ് ദ സർഫസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേ മൂവ് അലോങ് ദ ഡെൻസർ മീഡിയം, സർഫസ് ഓഫ് ദ ഡെൻസർ മീഡിയം. വാട്ടർ എന്ന് പറയുന്ന ഡെൻസർ മീഡിയത്തിന്റെ സർഫസിലൂടെ മൂവ് ചെയ്യും. അപ്പോൾ 90 ഡിഗ്രി വരണമെങ്കിൽ മക്കളെ എന്ത് വേണം? ക്രിട്ടിക്കൽ ആംഗിൾ വേണം. അപ്പൊ ഞാനിതാ ഈ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ ഞാൻ ഫിഗർ മാറ്റിയിട്ട് വേറൊരു ഫിഗർ വരയ്ക്കും. ഈ ഫിഗർ ഒക്കെ നമ്മൾ പ്ലസ് ടുവിലുണ്ട്. ഇതൊക്കെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല ക്രാഷിന്. നമ്മൾ എടുത്തു തരുന്നതുള്ളൂ. വെറുതെ ഇക്വേഷൻ മാത്രം എഴുതി പോവാൻ വേണ്ടോ? ശരിക്കും. പക്ഷെ നിങ്ങളുടെ അവസ്ഥ വെച്ചിട്ട് എടുത്തു തരികയാണ്. യെസ്, നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് റേ മാത്രമായിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് റേ വരയ്ക്കുമ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ ബൗണ്ടറി. ഇത് മുകളിലുള്ള ഏത് മീഡിയം? റയർ മീഡിയം. ഇത് താഴെയുള്ളത് ഏത് മീഡിയം മക്കളെ? ഡെൻസർ മീഡിയം. ഡെൻസർ മീഡിയത്തിലാണ് നമ്മുടെ സോഴ്സ് ഇരിക്കണേ, നമ്മുടെ ബൾബ് ഇരിക്കുന്നത്. ബൾബിൽ നിന്ന് ലൈറ്റ് റേ പോകുന്നു അല്ലെ? ഇതാണ് ഇൻസിഡന്റ് റേ മക്കളെ. ഇതാണ് എന്ത്? നോർമലും ഇൻസിഡന്റ് റേ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ വരുമ്പോൾ എന്താ പ്രത്യേകത? റിഫ്രാക്റ്റഡ് റേ മൂവ് അലോങ് ദ സർഫസ് ഓഫ് ഡെൻസർ മീഡിയം. ഇതാണ് ഇത് റേ, റിഫ്രാക്റ്റഡ് റേ അല്ലെ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ഡിഗ്രിയാ മക്കളെ? 90 ഡിഗ്രിയാണ്. ക്ലിയർ ആയല്ലോ മക്കളെ? ഇതാണ് നമുക്ക് ആവശ്യമുള്ള കേസ്. അപ്പൊ നമ്മൾ അവിടെ സ്നെൽസിലോ അപ്ലൈ ചെയ്യുമ്പോൾ സ്നെൽസിലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എന്താ സ്നെൽസിലോ? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റൻസ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം എന്നാണ് നമ്മുടെ സ്നെൽസിലോ. ഇനി ഈ കേസിൽ വരുമ്പോൾ സൈൻ ഐ സി അല്ലെ? ഐ സി ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് കേട്ടോ. സൈൻ ഐ സി ബൈ സൈൻ 90 മക്കളെ. ആർ എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇതാണ് 90 ഡിഗ്രി റിഫ്രാക്ഷൻ ആംഗിൾ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം. ഞാൻ പറഞ്ഞു സെക്കൻഡ് മീഡിയം എന്ന് പറയുമ്പോൾ ഏത് മീഡിയത്തിലേക്കാണോ ലൈറ്റ് പോകുന്നത് അതാണ് സെക്കൻഡ് മീഡിയം. അപ്പൊ നമ്മളിവിടെ ഡെൻസറിൽ നിന്ന് റയറിലേക്കാണ് പോണേ അല്ലെ? ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ റയർ മീഡിയം ആണ് മക്കളുടെ സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം എന്ന് പറയുമ്പോൾ ഡെൻസർ മീഡിയം. ക്ലിയർ ആയില്ലേ? അപ്പൊ സൈൻ 90 എന്ന് പറയുന്നത് എത്രയാ? 1 ആണ് അല്ലെ? സൈൻ 90 1 ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം മക്കളെ. സൈൻ ഐ സി ഈക്വൽ ടു സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഈക്വൽ ടു റയർ മീഡിയം ബൈ ഡെൻസർ മീഡിയം. ഓക്കെ,
അപ്പൊ നമുക്ക് കിട്ടി സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഈക്വൽ ടു റയർ മീഡിയം ബൈ ഡെൻസർ മീഡിയം. വേഗം ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരുന്ന ആംഗിൾ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരുന്ന ആംഗിൾ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. ആ ക്രിട്ടിക്കൽ ആംഗിൾ വരുമ്പോൾ റിഫ്രാക്റ്റഡ് റേ മൂവ് അലോങ് ദ സർഫസ് ഓഫ് വാട്ടർ. റിഫ്രാക്റ്റഡ് റേ സർഫസ് ഓഫ് വാട്ടറിന് അലോങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? മൂവ് ചെയ്യും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി വരും ചെയ്യും. കേട്ടോ, അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി അവിടെ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടി. നോട്ട് ചെയ്തെന്ന് വിചാരിക്കണോട്ടോ. അപ്പൊ നമുക്ക് അവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടി മക്കളെ? സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഈക്വൽ ടു റയർ മീഡിയം ബൈ എന്ത് മീഡിയം? ഡെൻസർ മീഡിയം എന്ന് വരും. കേട്ടോ, ഇതിന് വേണമെങ്കിൽ നമുക്ക് തരതിരിക്കാം മക്കളെ. തരതിരിക്കുമ്പോൾ എന്ത് വരും? 1 ബൈ സൈൻ ഐ സി ഈക്വൽ ടു, ഇതാണ് നിങ്ങൾ സ്കൂളിൽ കേട്ടിട്ടുണ്ടാവാം, 1 ബൈ സൈൻ ഐ സി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ ബൈ rare medium. Refractance of denser by rare medium. If rare medium is air, if rare medium is air, അപ്പോ നമ്മുടെ rare medium ആരാണെങ്കിൽ എയർ ആണെന്ന് വിചാരിക്കുക. എയർ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റയർ മീഡിയം 1 ആയി മാറും. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം മക്കളെ? 1 ബൈ സൈൻ ഐ സി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. അപ്പൊ ഇത് യൂസ് ചെയ്യണമെങ്കിൽ മക്കളെ റയർ മീഡിയം ആരാണോ? എയർ ആവണം. ഇതാണ് കറക്റ്റ് ഇക്വേഷൻ. 1 ബൈ സൈൻ ഐ സി ഈക്വൽ ടു ഡെൻസർ ബൈ റയർ, അല്ലെങ്കിൽ സൈൻ ഐ സി ഈക്വൽ ടു റയർ ബൈ ഡെൻസർ. ഈ രണ്ടുമാണ് കറക്റ്റ് ഇക്വേഷൻ. കേട്ടോ, അതില് റയർ മീഡിയം എയർ ആണെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം 1 ബൈ സൈൻ ഐ സി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അത് എയർ ആണെങ്കിൽ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിന്റെ സൈനിന്റെ 1 ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അത് എപ്പോഴാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? റയർ മീഡിയം ആരാണെങ്കിൽ എയർ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ക്രിട്ടിക്കൽ ആംഗിളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ 1 ബൈ സൈൻ ഐ സി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മൾ വീണ്ടും ആ ഇക്വേഷൻ എഴുതുന്നു. 1 ബൈ സൈൻ ഐ സി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അല്ലെ, 1 ബൈ സൈൻ ഐ സി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് എഴുതണമെങ്കിൽ എയർ ആയിരിക്കണം, റയർ മീഡിയം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അവന്റെ 1 ആണ്, അങ്ങനെയാണ് ഇത് റിഫ്രാക്റ്റൻസ് ഓഫ് ഡെൻസർ മീഡിയം ഈക്വൽ ടു 1 ബൈ സൈൻ ഐ സി എന്ന് വരുന്നതാണ്. യെസ്, നമ്മൾ ഇന്ന് രാവിലെ ഇന്നത്തെ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് 7 കളേഴ്സ് ഉണ്ട്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതാണ്. വേവ് ലെങ്ത് കുറവാണ് വയലറ്റിന്. ആ വേവ് ലെങ്ത് കുറവായപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് വയലറ്റിന്. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ള കളർ റെഡ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ള കളർ വയലറ്റ് ആണ്. മക്കളെ നോക്കൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ താഴെയാണ് നിൽക്കണേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മുകളിലും ക്രിട്ടിക്കൽ ആംഗിൾ താഴെ നിൽക്കണേ. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ കുറയും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള വയലറ്റിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ കുറവ്. കേട്ടോ, ക്രിട്ടിക്കൽ ആംഗിൾ കുറവ്. റെഡിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ത് ചെയ്യാം മക്കളെ? കൂടുതൽ വരിക. അപ്പൊ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആംഗിൾ വയലറ്റിനും, ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആംഗിൾ റെഡിനും, ഏറ്റവും കുറവ് ക്രിട്ടിക്കൽ ആംഗിൾ വയലറ്റിനാന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഏറ്റവും കുറവ് ക്രിട്ടിക്കൽ ആംഗിൾ കുറയും തോറും ഹൈ ചാൻസ് ഫോർ ടി ഐ ആർ. ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷന് നല്ല ചാൻസ് ഉണ്ടാവും. അപ്പോ ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷന് ഏറ്റവും നല്ല ചാൻസ് ഉള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലറ്റ് ആണ്. വയലറ്റിന് കാരണം ക്രിട്ടിക്കൽ ആംഗിൾ കുറവാണ്. അപ്പൊ എത്രത്തോളം ക്രിട്ടിക്കൽ ആംഗിൾ കുറയുന്നോ അത്രത്തോളം ചാൻസ് കൂടുതലാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ. ക്രിട്ടിക്കൽ ആംഗിൾ കൂടും തോറും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 2-3 കാര്യങ്ങളാണ് മക്കളെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കണം. ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ തന്നെ മറ്റൊരു പേരാണ്. എപ്പോ മക്കളെ? വെൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവണം. അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേ മൂവ് അലോങ് ദ സർഫസ് ഓഫ് ദ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. മൂവ് അലോങ് ദ സർഫസ് ഓഫ് ദ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാലും ശരിയാണ്. പിന്നെ ഇക്വേഷൻ മക്കളെ, സൈൻ ഐ ഈസ് ഈക്വൽ ടു റയർ ബൈ ഡെൻസർ, അല്ലെങ്കിൽ 1 ബൈ സൈൻ ഈസ് ഈക്വൽ ടു ഡെൻസർ ബൈ റയർ. അതിൽ റയർ മീഡിയം എയർ ആണെങ്കിൽ മാത്രം 1 ബൈ സൈൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാണ് നിങ്ങൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണേക്ക് മുമ്പ് ഇതാണ് അതിന്റെ ആക്ച്വൽ ഇക്വേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് റയർ മീഡിയം ആരായാൽ മാത്രം പറ്റുള്ളൂ, എയർ ആയാൽ മാത്രമേ നമുക്ക് 1 ബൈ സൈൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വിബ്ജിയോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് വയലറ്റ് ആണ്. ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതോറും
ക്രിട്ടിക്കൽ ആംഗിൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും കുറവ് ക്രിട്ടിക്കൽ ആംഗിൾ വയലറ്റിനാണ്, ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആംഗിൾ റെഡിനാണ്. ക്രിട്ടിക്കൽ ആംഗിൾ കുറയും തോറും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ പങ്കെടുക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. ഓക്കെ, യെസ്. ഇനി നമുക്ക് അപ്പൊ ഇത് നോട്ട് ചെയ്യാം, നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് നോട്ട് ചെയ്യാം. യെസ്. ഇനി നമുക്ക് അപ്പൊ നമ്മൾ പറഞ്ഞു വെക്കുന്നു, നമ്മൾ ആ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ നമുക്ക് ഫിഗർ നോക്കാം. മക്കളെ ഇതാണ് ഡെൻസർ മീഡിയം, അടിയില് ഇതാണ് റയർ മീഡിയം. ഓക്കെ, മുകളിലാണ്. സോഴ്സ് എവിടെ ഇരിക്കണം മക്കളെ? സോഴ്സ് ഇരിക്കുന്നത് ഡെൻസർ മീഡിയത്തിലാണ്. അപ്പൊ ഇവിടുന്ന് ഒരു ലൈറ്റ് റേ വരയ്ക്കുന്നു, നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ വരച്ചത്. ഇതാണ് ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ ഇതാണ് മക്കളെ എന്ത്? നോർമൽ. നോർമലും ഇൻസിഡന്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ റിഫ്രാക്റ്റഡ് റേ പാസസ് ത്രൂ ദ സർഫസ് ഓഫ് ദ ഡെൻസർ മീഡിയം. റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെ പാസ് ചെയ്യും അല്ലെ? റിഫ്രാക്റ്റഡ് റേ ഈ വഴി പാസ് ചെയ്യും. ആംഗിൾ എത്ര ഡിഗ്രിയാണ് മക്കളെ? 90 ഡിഗ്രിയാണ്. ഇനി അടുത്ത ലൈറ്റ് റേ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലുള്ള അടുത്ത ലൈറ്റ് റേ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ മക്കളെ, അടുത്ത ലൈറ്റ് റേ വരയ്ക്കുകയാണെങ്കിൽ അപ്പൊ ഇതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ വരയ്ക്കുമ്പോൾ മക്കളെ ഇതാണ് നോർമല്, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഐ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ബ്ലൂ കളറിൽ കാണുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആരേക്കാൾ കൂടുതലാണ്? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ബ്ലൂ കളറിൽ കാണുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാവുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ഇത് ഈ ലൈറ്റ് തട്ടി തിരിച്ചു വരും. ലൈറ്റ് തട്ടി തിരിച്ചു വരും. ഇനി അടുത്ത ലൈറ്റ് വരയ്ക്കുമ്പോഴും അതും തട്ടി എന്ത് ചെയ്യുന്നു മക്കളെ? തിരിച്ച് വരും അല്ലെ? അതാണ് ഈ പ്രോസസ്സാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും വാട്ട് ഇസ് എ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അത് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നില്ല. കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമുക്കറിയാം, ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റയർ മീഡിയം. ലൈറ്റ് എപ്പോഴും ഡെൻസർ നിന്ന് റയർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യണം. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആരേക്കാൾ കൂടുതലായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിളിനെ മറികടക്കണം. ഇപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ? പുറത്തേക്ക് പോകും. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണെങ്കിൽ ഇത് പുറത്തേക്ക് പോകും. ക്രിട്ടിക്കൽ ആംഗിളിന് ഈക്വൽ വന്നു കഴിഞ്ഞാൽ സർഫസിലൂടെ പോകും. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ പോകും. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ബ്രിം. ആ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിന് തുല്യമാണെങ്കിൽ അത് സർഫസിലൂടെ പോകും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണെങ്കിൽ അത് പുറത്തേക്ക് പോകും. കൂടുതലാണെങ്കിൽ അവിടേക്ക് വരും മക്കളെ, തിരിച്ച് ഉള്ളിലേക്ക് തന്നെ തട്ടി തിരിച്ചു വരും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പ്രോസസ് അതാ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അത് തട്ടി തിരിച്ചു വരും. പക്ഷെ പ്രോബ്ലം നമുക്ക് എൻട്രൻസിന് ചോദിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനെ കുറിച്ചാണ്. 1/sin is equal to ഡെൻസർ മീഡിയം ബൈ റയർ മീഡിയം. ആ ഇക്വേഷൻ ആണ് നമ്മൾ സാധാരണ ചോദിക്കാറ്. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ബൗൺസിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് ഇൻ ടു ഡെൻസർ മീഡിയം വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ലൈറ്റ് ഡെൻസർ മീഡിയത്തിലേക്ക് തന്നെ തട്ടി തിരിച്ച് വരുമെന്നാണ് പറയുന്നത്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി എന്താ ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ മറ്റൊരു പേരാണ് കേട്ടോ. ആ സമയത്ത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ എന്ത് സംഭവിച്ചാൽ റിഫ്രാക്റ്റഡ് റേ അലോങ് ദ സർഫസ് ഓഫ് ദ ഡെൻസർ മീഡിയം ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യെസ്. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം കൂടി നമുക്ക് പറയാം. യെസ്, മക്കളെ നോക്കുക, എല്ലാവരും ശ്രദ്ധിക്കണേ. വെള്ളത്തിന്റെ അടിയിൽ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എൻട്രൻസിന് നമുക്ക് ചോദിക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ അടിയിൽ ഒരു ഫിഷ് ഉണ്ട്. ഫിഷോ അല്ലെങ്കിൽ ഒരു ഡൈവറോ, അതായത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്ന ആൾക്കാർ അല്ലെ, കടലിന്റെ അടിയിലേക്കൊക്കെ ആൾക്കാർ പോകാണെന്ന് നമുക്ക് കണ്ടുണ്ടാവും. ഡൈവർ ഉണ്ട്, ഫിഷ് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഈ ഔട്ടർ സർഫസ്, അതായത് ഔട്ടർ വേൾഡ്, സർഫസ് അല്ല, ഔട്ടർ വേൾഡ് കാണുന്നത് ഒരു സർക്കുലർ റീജിയനിലൂടെയാണ്. ശ്രദ്ധിച്ചു വെച്ചോളൂട്ടാ. ഇത് നമ്മൾ ബോർഡ് എക്സാമിന് +2 സിലബസ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ശ്രദ്ധിച്ചാൽ മതി. +2 നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു ഫിഷ് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിന്റെ അടിയിൽ നിൽക്കുകയാണെങ്കിൽ ആ ഫിഷ് തൊട്ട് മുകളിലേക്കുള്ള ഔട്ടർ വേൾഡ് നമ്മൾ നോക്കി കാണുമ്പോൾ നമ്മുടെ പുറം ലോകം ആ ഫിഷിന് കാണുന്നത് മക്കളെ ഒരു സർക്കുലർ റീജിയനിലൂടെയാണ്. ശ്രദ്ധിച്ചോളൂ, സർക്കുലർ റീജിയനിലൂടെയാണ് ഒരു പുറം ലോകം ആ ഫിഷിന് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോ ഈ ഫിഷിന്റെ ഡെപ്ത് D ആണെന്ന് വിചാരിച്ചോളൂ മക്കളെ. ഡെപ്ത് D ആണ്.
കേട്ടോ. ഡെപ്ത് ഡി ആണ്. അപ്പൊ ഈ റേഡിയസ് എത്രയാണെന്ന് ചോദിക്കും. എത്രയാണ് ആ സർക്കിളിന്റെ റേഡിയസ്? സോ മക്കളെ ഒന്നുമില്ല, റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു, നമ്മൾ ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതെങ്ങനെ വന്നു നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ക്രാഷ് കോഴ്സിലാണ്. അപ്പൊ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ ഡി ഇൻറ്റു ടാൻ ഐ സി എന്നാണ്. ഡി ഇൻറ്റു ടാൻ ഐ സി എന്നാണ്. ഓക്കെ, ഡി ഇൻറ്റു ടാൻ ഐ സി ആണ് നമ്മുടെ റേഡിയസ്. അതിൽ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്ത് ആണ്. ഡെപ്ത് ആണ്, അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഡെപ്ത് എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഐ സി എന്ന് പറയുന്നത് മക്കളെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് കേട്ടോ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാൻ എടുക്കുക കേട്ടോ. ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാൻ എടുത്തിട്ട് ടാൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഇൻറ്റു ഡെപ്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? റേഡിയസ് ഓഫ് സർക്കിൾ കിട്ടും കേട്ടോ. റേഡിയസ് ഓഫ് സർക്കിൾ കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടില്ല, പകരം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് തന്നെന്ന് വിചാരിക്കാം. ഇപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിന് പകരം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് തന്നെങ്കിൽ മക്കളെ ഇതേ ഇക്വേഷൻ ആണ്. ഓക്കെ, ഓർമ്മിച്ച് വെച്ചോളൂ. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1. ഡി എന്ന് പറയുമ്പോൾ വീണ്ടും ഡെപ്ത് തന്നെയാണ്. മ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വെള്ളത്തിന്റെ ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ ദിസ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. അപ്പോ നിങ്ങൾ നോക്കുക, റേഡിയസ് ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1. അപ്പൊ വെള്ളത്തിന്റെ ഉള്ളില് ഒരു ഫിഷ് ഇരിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു ഡൈവർ, അതായത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ മുകളിലത്തെ ലോകത്തെ, നമ്മുടെ ഔട്ടർ വേൾഡിനെ നമുക്ക് വെള്ളത്തിന്റെ ഉള്ളിൽ വെച്ച് കാണുന്നത് ഒരു വട്ടത്തിലൂടെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചോളൂ. ആ വട്ടത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ്, ഡി ഇൻറ്റു ടാൻ ഐ സി, ഡെപ്ത് ഇൻറ്റു ടാൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ, അല്ലെങ്കിൽ ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ മ്യൂ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ നേരിട്ട് തന്നെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പൊ റേഡിയസ് ഓഫ് സർക്കിൾ കിട്ടും. ചില സമയത്ത് ഏരിയ ഓഫ് സർക്കിൾ ഒക്കെ കണ്ടുപിടിക്കാൻ അറിയും. ഈ ഏരിയ ഓഫ് സർക്കിൾ ഒക്കെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാനില്ല മക്കളെ, പൈ ആർ സ്ക്വയർ. പൈ ഇൻറ്റു ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ. അതിൽ ആർ എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ വെച്ച് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് കിട്ടിയ ആറ് വെച്ച് പൈ ആർ സ്ക്വയർ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഏരിയ ഓഫ് സർക്കിൾ കിട്ടും കേട്ടോ. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഫിഷ് കാണുന്ന കാര്യം പറഞ്ഞു കേട്ടോ. ഫിഷ് കാണുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് റേഡിയസ് ഓഫ് സർക്കിൾ. അല്ലെങ്കിൽ നമ്മുടെ ഹെഡിങ് എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് സർക്കിൾ ത്രൂ വിച്ച് എ ഫിഷ് ക്യാൻ സീ ഔട്ടർ വേൾഡ്. അതായത് പുറം ലോകം ഒരു ഫിഷ് കാണുന്ന റേഡിയസിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞ ഡി ഇൻറ്റു ടാൻ ഐ സി, അല്ലെങ്കിൽ ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1. മക്കളെ ഇതേപോലെ തന്നെ, ഇതേ പ്രിൻസിപ്പിൾ തന്നെ, ഇതേ കാര്യം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു എക്സാമ്പിൾ കൂടി സാർ പറഞ്ഞുതരാം. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഇതേ സംഭവം തന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന, ഇതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു എക്സാമ്പിൾ. അതൊന്നുമല്ല, അതായത് നമ്മളൊരു സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളില്, അല്ലെങ്കിൽ ഒരു വാട്ടറിന്റെ ഉള്ളില് കേട്ടോ, വാട്ടറിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു? ഒരു ബൾബ് വെച്ചിരിക്കുന്നു. വാട്ടറിന്റെ ഉള്ളില്, ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു? ഒരു ബൾബ് വെച്ചിരിക്കുന്നു. ഓഫ് ഡെപ്ത് എത്ര ഡെപ്തിലാണ് വെച്ചാൽ? ഡി ഡെപ്തിൽ വെച്ചേക്കുന്നു. മക്കളെ, നമ്മൾ വെള്ളത്തിന്റെ ഉള്ളിൽ ഒരു ബൾബ് വെച്ചു എന്ന് വിചാരിക്കാം. വെള്ളത്തിന്റെ ഉള്ളിൽ ബൾബ് വെച്ച് നമ്മൾ ആ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വെളിച്ചം പുറത്തേക്ക് വരുന്നത്, വെള്ളത്തിന്റെ ആ ബൾബിന്റെ വെളിച്ചം പുറത്തേക്ക് വരുന്നതും ഈ പറഞ്ഞ പോലെ ഒരു വട്ടത്തിലൂടെ ആയിരിക്കും കേട്ടോ. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതായത് വെള്ളത്തിന്റെ ഉള്ളിലിരിക്കുന്ന മത്സ്യത്തിന്, ഫിഷിന് ഔട്ടർ വേൾഡ് കാണാൻ പറ്റുന്ന ഒരു വട്ടത്തിനുള്ളിലായിരിക്കും. ഇനി വെള്ളത്തിനുള്ളിൽ നമ്മൾ ബൾബ് വെച്ച് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ബൾബിന്റെ പ്രകാശം വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ഒരു വട്ടത്തിലൂടെ ആയിരിക്കും കേട്ടോ. അപ്പൊ എവിടെയൊക്കെ വട്ടമുണ്ട്, ആ വട്ടത്തിന്റെ റേഡിയസിന്റെ ഇക്വേഷനും ഇതന്നെയാണ്. ഡി ഇൻറ്റു ടാൻ ഐ സി, അല്ലെങ്കിൽ ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1. ഇത് തന്നെയാണ് ആ വട്ടത്തിൽ നിന്ന് പുറത്തു വരുന്ന, അതായത് ഒരു വെള്ളത്തിനുള്ളിൽ ഒരു ബൾബ് വെച്ച് കഴിഞ്ഞാൽ ആ ബൾബിൽ നിന്ന് ലൈറ്റ് പുറത്തു വരുന്നത് വട്ടത്തിലൂടെ ആയിരിക്കും. ആ വട്ടത്തിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ തന്നെയാണ്. ഒരു തവണ ചോദിച്ചത്, ഈ പ്രകാശം പുറത്തു വരാതിരിക്കാൻ, ഈ ബൾബ് വെള്ളത്തിനടിയിൽ വെച്ച് ലൈറ്റ് ഇട്ടിട്ട് ആ പ്രകാശം എന്ത് ചെയ്യാതിരിക്കാൻ, പുറത്തു വരാതിരിക്കാൻ നമ്മൾ വെക്കുന്ന ഡിസ്കിന്റെ ഏരിയ എന്താണ്? അങ്ങനെ ചോദിച്ചു കേട്ടാ. ഡിസ്കിന്റെ ഏരിയ എന്താണ്? അപ്പൊ ബൾബിൽ നിന്ന് ഉള്ള പ്രകാശം പുറത്തേക്ക് വരാതിരിക്കാൻ നമ്മൾ വെക്കുന്ന ഡിസ്കിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ പ്രകാശം പുറത്തേക്ക് വരുന്ന സർക്കിളിന്റെ ഏരിയ തന്നെ. അപ്പൊ വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇപ്പൊ വെള്ളത്തിന്റെ ഉള്ളിലുള്ള ഫിഷ് കാണുന്നത് ഔട്ടർ വേൾഡിനെ കാണുന്ന വട്ടമായാലും, വെള്ളത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ബൾബ് പുറത്തേക്ക് ലൈറ്റ് വരുന്ന വട്ടമായാലും ഒക്കെ സെയിം ഇക്വേഷൻ ആണ് കേട്ടാ. ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1, അല്ലെങ്കിൽ ഡി ഇൻറ്റു ടാൻ ഐ സി. അപ്പൊ ഇത് നോക്കി വെക്കുക.
നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗമാണ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് TAR, അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. ടോട്ടൽ റിഫ്ലക്ഷന്റെ അപ്ലിക്കേഷൻസ്. അപ്പൊ അതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ് കേട്ടോ. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇഫക്റ്റീവ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മെയിൻ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പറയാം കേട്ടോ. നമ്മള് +2 തിയറി ആണെങ്കിൽ നമുക്ക് കുറെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു, പക്ഷെ നമുക്ക് ക്രാഷ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് പറയാം. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഏറ്റവും മെയിൻ പാർട്സ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളില് ഒരു കോർ എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ടാവും. കോർ എന്ന് പറഞ്ഞ ഒരു റീജിയൻ ഉണ്ടാവും. ഈ കോർ ഡെൻസർ മീഡിയ ആയിരിക്കും. ഡെൻസർ മീഡിയ എന്ന് പറയുമ്പോൾ അവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും കേട്ടോ. അവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, ഡെൻസർ മീഡിയ ആയിരിക്കും. ഇനി ഈ കോറിനെ കവർ ചെയ്തുകൊണ്ട് മറ്റൊരു ലെയർ ഉണ്ടാവും മക്കളെ, അതിനെയാണ് നമ്മൾ ക്ലാഡിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. ക്ലാഡിംഗ് എന്ന് വിളിക്കുക. അപ്പോ കോറിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് കാണുന്ന മറ്റൊരു ലെയറാണ് ക്ലാഡിംഗ്. ക്ലാഡിംഗ് ആണ് റയർ മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുക. അവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, റയർ മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും, ഡെൻസർ മീഡിയത്തിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. അപ്പൊ രണ്ട് മെയിൻ പാർട്സുകളാണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളത്. കോർ ഉണ്ട്, ക്ലാഡിംഗ് ഉണ്ട്. അതിൽ നമ്മൾ കോറിൽ കൂടെ ലൈറ്റ് കടത്തിവിടും. ഓക്കെ, കോറിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ലൈറ്റ് കടത്തിവിടും. ലൈറ്റ് കടത്തിവിടുമ്പോൾ അത് ഇവിടെ തട്ടും. അവിടെ തട്ടിയിട്ട് ഇവിടെ വെച്ച് എന്താ സംഭവിക്കും മക്കളെ? ഇത് ഏത് മീഡിയ? ഇത് കോർ എന്ന് പറയുമ്പോൾ ഡെൻസർ മീഡിയ, ഇത് റയർ മീഡിയ ആണ് അല്ലെ. ക്ലാഡിംഗ് എന്ന് പറയുമ്പോൾ റയർ മീഡിയ ആണ്, ഇത് ഡെൻസർ മീഡിയ. അപ്പോ അതുവരെ ഡെൻസർ മീഡിയത്തിലൂടെ വന്ന ലൈറ്റ് പെട്ടെന്ന് റയർ മീഡിയത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ എന്ത് നടക്കും മക്കളെ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഇവിടെ വെച്ച് നടക്കും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, തിരിച്ച് വിളിക്കുന്നത്. എന്നിട്ട് ഇവിടെ വെച്ച് വീണ്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും, തിരിച്ചങ്ങെടുക്കും. അങ്ങനെ ഈ കോറിന്റെയും ക്ലാഡിങ്ങിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലുള്ള വ്യത്യാസം കാരണം കൊണ്ട് കോർ ഡെൻസർ മീഡിയ ആയതുകൊണ്ട് കോറിൽ കൂടെ പോകുന്ന ലൈറ്റ് ക്ലാഡിംഗിലേക്ക് കയറുന്ന ആ ഇന്റർഫേസിൽ വെച്ച് എന്ത് നടക്കും മക്കളെ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയമായി ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എനർജി ലോസ് ആണ് കേട്ടോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനർജി ലോസ് ഇല്ല. അപ്പൊ TAR നടക്കുന്നതിന്റെ ഫലമായിട്ട് എനർജിക്ക് യാതൊരുവിധ നാശവും സംഭവിക്കാത്ത കാരണം കൊണ്ട് ഒരു സ്ഥലത്ത് കൊടുത്ത ലൈറ്റ് ഇഫക്റ്റീവായിട്ട് അടുത്ത എൻഡിലേക്ക് നമുക്ക് കിട്ടും ഒപ്റ്റിക്കൽ ഫൈബർ കാരണം കൊണ്ട്. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബറിലുള്ള ഫിനോമിന ഏതാണെന്ന് ചോദിച്ചാൽ TAR എന്ന് പറയാം. ഒപ്റ്റിക്കൽ ഫൈബറാണ് ഈ എൻഡോസ്കോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് +2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ബേസിക് ആയിട്ടുള്ള ഫിനോമിന TAR ആണ്. ഇപ്പൊ നമ്മൾ എൻഡോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നതൊക്കെ ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഒരു സ്ഥലത്ത് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ എൻഡിൽ ലൈറ്റ് കിട്ടും. TAR കാരണം കൊണ്ട് ഒരു തരി പോലും നഷ്ടപ്പെടില്ല. TARന് എനർജി ലോസ് ഇല്ല എന്നാ പറഞ്ഞേ കേട്ടോ. അപ്പോ കോർ ക്ലാഡിംഗ് പറഞ്ഞു. ഇനി ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം മക്കളെ. ഈ തോന്നിയ പോലെ ആംഗിളില് ഇതിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടാലൊന്നും ഈ സാധനം വർക്ക് ചെയ്യില്ല. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യണമെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ TAR ആണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടണമെങ്കിൽ നോക്കൂ മക്കളെ, ലൈറ്റ് ഇവിടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ട് അല്ലെ. ഇതാ ഇവിടെ നമ്മൾ നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കും. അപ്പൊ ലൈറ്റ് ഈ കോറിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടുന്ന ആ ഇൻസിഡന്റ് റേയും ഇവിടുത്തെ നോർമലും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. അപ്പോ ഈ തീറ്റയ്ക്ക് ഒരു മാക്സിമം വാല്യൂ ഉണ്ട് മക്കളെ. സൈൻ തീറ്റ മാക്സ് ഒന്ന് ശ്രദ്ധിച്ചോളാം. സൈൻ തീറ്റ മാക്സ് ഈക്വൽ ടു √(μ2² - μ1². √(μ2² - μ1². μ2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, μ1 എന്ന് പറയുമ്പോൾ റയർ മീഡിയത്തിന്റെ. അപ്പൊ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയർ മൈനസ് ക്ലാഡിംഗിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ക്വയർ. അതായത് നിങ്ങളൊന്നും നോക്കണ്ട, വലിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയർ മൈനസ് ചെറിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയറിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? സൈൻ തീറ്റ മാക്സ് എന്ന് കിട്ടും കേട്ടോ. ഈ സൈൻ തീറ്റ മാക്സിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് എ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോൾ √(μ2² - μ1². ഒന്ന് ശ്രദ്ധിച്ചോളൂ മക്കളെ. √(μ2² - μ1². നമ്മൾ +2 പഠിച്ചിട്ടില്ല. അപ്പൊ √(μ2² - μ1² എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ. എന്താ ന്യൂമറിക്കൽ അപ്പർച്ചർ? ആ ഒപ്റ്റിക്കൽ ഫൈബർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, ശരിയായ രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ലൈറ്റിനെ കടത്തിവിടേണ്ട മാക്സിമം തീറ്റയുടെ മാക്സിമം ആംഗിളിന്റെ സൈനാണ് ഈ ന്യൂമറിക്കൽ
അപ്പർച്ചർ എന്ന് വിളിക്കണം. വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് തീറ്റ മാക്സ് എത്ര മാക്സിമം ആംഗിൾ വരെ പെർമിസിബിൾ ആണ് ലൈറ്റിനെ അതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടാം. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് കടന്നു പോയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ആംഗിൾ മാക്സിമം ഇവിടെ കൊടുക്കാൻ പറ്റും, ആ ആംഗിൾ ആണ് മാക്സിമം ആംഗിൾ ആണ് മക്കളെ സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് μ2² മൈനസ് μ1². കേട്ടോ, ഇതാണ് മാക്സിമം പെർമിസിബിൾ ആംഗിൾ. ഇതിനേക്കാൾ കൂടുതൽ ആംഗിൾ നമ്മൾ വിടുകയാണെങ്കിൽ ഇതിൽ ഇവിടെ നടക്കില്ല, TAR നടക്കില്ല, ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യില്ല. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബർ തോന്നിയ പോലെ എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യില്ല. അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഈ കടത്തിവിടുന്ന ആംഗിളിന് നമ്മൾ ഒരു ലിമിറ്റ് വെക്കണം. ആ ലിമിറ്റ് ആണ് സൈൻ തീറ്റ മാക്സ്. മക്കളെ അവിടെ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ആംഗിളിന്റെ സൈൻ ആണ് റൂട്ട് ഓഫ് μ2² മൈനസ് μ1². അപ്പൊ ഈ കാര്യം അതിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ നോക്കി അവിടെ നമുക്ക് തീറ്റ മാക്സിമം ആണെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. കേട്ടോ, എൻഡോസ്കോപ്പിലാണ് യൂസ് ചെയ്യുക. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രിൻസിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു പോവാം. മിറാഷിന് പുറകിലുള്ള ഫിനോമിന ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്സ് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. കേട്ടോ, അപ്പോ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിളുകൾ നിങ്ങൾ എന്ത് ചെയ്യാം നോക്കി വെക്കാനാണ്. മിറാഷിനൊന്നും ചോദ്യങ്ങൾ ഉണ്ടാവില്ല, ഉണ്ടാവാൻ തന്നെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഫിനോമിന ബിഹൈൻഡ് മിറാഷ് ഈസ് ഒപ്റ്റിക്കൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. കേട്ടോ, ഫിനോമിന ബിഹൈൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ ആൻഡ് ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ഇതൊക്കെ എന്താണ് മക്കളെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു ഭാഗം കൂടിയുണ്ട്. നോക്കി മക്കളെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1/sin critical angle is equal to 1/sin critical angle is equal to denser by rarer. അല്ലെ, if rarer medium is air, അവിടെയാണ് കേട്ടോ. if rarer medium is air, അത് എയർ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ് മക്കളെ? 1/sin critical angle is equal to refractive index of denser medium വന്നത്. 1/sin critical angle is equal to refractive index of denser medium. മക്കളെ, എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം എന്ന് പറയുമ്പോൾ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം എന്ന് പറയുമ്പോൾ C ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡെൻസർ മീഡിയം. നമ്മൾ നേരത്തെ പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ ഇതായിരുന്നു. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. നമുക്ക് ഇവിടെ വേണ്ടത് ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് C ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ഡെൻസർ മീഡിയം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? 1/sin IC ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ VD എന്ന് എഴുതാം മക്കളെ. C ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻ ഡെൻസർ മീഡിയം എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? അപ്പോ ക്രിട്ടിക്കൽ ആംഗിൾ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി വരെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അതാ പറഞ്ഞ ക്രിട്ടിക്കൽ ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി വരെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ ഒരു ഇൻഡയറക്റ്റ് ആണ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് എഴുതി എടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. കേട്ടോ, അപ്പൊ അത് നമുക്ക് ഡെൻസർ മീഡിയത്തിന്റെ വെലോസിറ്റി. ഇനി അതേപോലെ തന്നെ നമുക്കറിയാമോ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഈ ഡെൻസർ ബൈ റെയർ നോക്കി നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയർ. ഇനിയിപ്പോ റെയർ മീഡിയ എയർ അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും വെലോസിറ്റി ഇൻ റെയർ ബൈ വെലോസിറ്റി ഇൻ ഡെൻസർ അല്ലെ, ഈക്വൽ ടു ലാംഡ ഇൻ റെയർ ബൈ ലാംഡ ഇൻ ഡെൻസർ. നമ്മൾ സ്നെൽസിൽ പഠിപ്പിച്ചതാണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് വെലോസിറ്റികളുടെ റേഷ്യോക്ക് നേരെ തരഞ്ഞിട്ടാണ്, അതേപോലെ ലാംഡകളുടെ റേഷ്യോക്ക് നേരെ തരഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടേക്ക് എഴുതാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ ഇക്വേഷൻ എഴുതാം. 1/sin IC ഈക്വൽ ടു 1/sin IC ഈക്വൽ ടു ഡെൻസർ ബൈ റെയർ. അതൊക്കെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡെൻസർ ബൈ റിഫ്രാക്റ്റീവ് റെയർ ഈക്വൽ ടു വെലോസിറ്റി ഇൻ റെയർ ബൈ വെലോസിറ്റി ഇൻ ഡെൻസർ ഈക്വൽ ടു ലാംഡ ഇൻ റെയർ ഡിവൈഡ് ബൈ ലാംഡ ഇൻ ഡെൻസർ. ഇനിയിപ്പോ റെയർ മീഡിയ എയർ ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. ക്ലിയർ? അപ്പൊ ഇതൊക്കെ നിങ്ങൾ പല ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ ഈ കാര്യം കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും അല്ലെ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ കൂടും അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ കൂടും. അപ്പൊ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള ബന്ധം കിട്ടിയില്ലേ? when temperature increases refractive index decreases and critical angle increases. അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വയ്ക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത സെക്ഷൻ ആയിട്ട് നമ്മൾ റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ് ആൻഡ് ലെൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കിടക്കാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നമ്മൾ കണ്ട് നല്ല വൃത്തിയായിട്ട് നോട്ട് എഴുതി വെച്ച് നന്നായിട്ട് എന്ത് ചെയ്യാം മക്കളെ, പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. അപ്പൊ അതുവരേക്കും എല്ലാവരും നന്നായി പഠിക്കാം മക്കളെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ.